ഇത് ദേശീയപാത 744. ഈ പാതയിലൂടെ കുണ്ടറയിൽ നിന്നും കൊല്ലം വരെയുള്ള ദൂരം 15 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ ഈ ദൂരം പിന്നിടണമെങ്കിൽ 1.5 മണിക്കൂറോളം സമയമെടുക്കും. രാവിലെയും വൈകിട്ടും മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്ക്, ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്ന വാഹനങ്ങൾ, ബ്ലോക്കിൽ കിടന്നു ബുദ്ധിമുട്ടുന്ന നാട്ടുകാർ. 400 കോടി രൂപയുടെ വികസന പദ്ധതി അനുവദിച്ചു എന്ന് കൊല്ലം MP പ്രഖ്യാപിച്ച റോഡിന്റെ അവസ്ഥയാണിത്. വികസനം 400 കോടിയുടെ വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതുവരെ 400 കോടിയുടെ ഒന്നും കണ്ടിട്ടില്ല. 400 കോടി വരുമായിരിക്കാം, ഇതുവരെ എന്തായാലും നമ്മളൊന്നും കണ്ടിട്ടില്ല. ദേശീയപാത ഇതുവരെ എന്താ വികസനം? ഇത് തന്നെ ഇവിടെ അന്നും ഇന്നും ഇത് തന്നെ. ഇവിടെ ഇതുവരെ ഒരു വികസനം കണ്ടില്ല, നമ്മളെ തന്നെ കണ്ടിട്ടില്ല. ഇത് കണ്ടിട്ട് 400 കോടിയുടെ വികസനം നടന്നോ? അല്ല വെച്ച് ഇവിടെ എപ്പോഴും ബ്ലോക്ക് തന്നെ. ഇവിടെ വണ്ടിയിടാൻ പോലും സ്ഥലമില്ലല്ലോ, അതുകൊണ്ടാണ്. കൊല്ലത്തെയും തമിഴ്നാട്ടിലെ തിരുമംഗലത്തെയും ബന്ധിപ്പിക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ദേശീയപാതയാണിത്. ജില്ലയുടെ കിഴക്കൻ മേഖലയെയും പടിഞ്ഞാറൻ മേഖലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ദേശീയപാതയ്ക്ക് 2 വാഹനങ്ങൾക്ക് കടന്നു പോകുന്നതിനുള്ള വീതി മാത്രമേയുള്ളൂ. ജംഗ്ഷനുകളോട് ചേർന്ന് ലെവൽ ക്രോസുകൾ ഉള്ളതിനാൽ ക്രോസ് റോഡുകളിലുണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കുകളും പാതയിലെ ഗതാഗതത്തെ ബാധിക്കുന്നു. ഈ ദേശീയപാതയെ കേന്ദ്ര സർക്കാരും കൊല്ലം MPയും വർഷങ്ങളായി അവഗണിക്കുകയാണ്. ഇല്ല, ഇവിടെ വികസനമായിട്ട് ഒന്നുമില്ല. അന്ന് മുതലുള്ള ഞാൻ 20 കൊല്ലമായിട്ട് ഈ കമ്പളത്തിൽ വ്യാപാരിയാണ്. 20 കൊല്ലമായിട്ട് ആ റോഡ് അന്ന് ഇന്ന് ഇത് തന്നെ ബ്ലോക്ക് തന്നെ. രാവിലെ തൊട്ട് രാത്രി വരെ ബ്ലോക്ക് തന്നെ. ഇവിടുന്ന് കൊല്ലം വരെ പോകണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 1 മണിക്കൂർ മേലെടുക്കും. ഇവിടുന്ന് 12 കിലോമീറ്ററേ ഉള്ളൂ കൊല്ലം പോകാനായിട്ട്. 12 മിനിറ്റ് മതി സാധാരണ ഒരു കാറിൽ പോകാമെന്നെങ്കിൽ. ഇത് ഈ ലെവലിൽ നമ്മുടെ ഡെയിലി പോകണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ മേലെടുക്കും. അത്രയ്ക്കും ബ്ലോക്കാണ്. എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് കൊണ്ട് മനുഷ്യൻ കഷ്ടപ്പെടുക അവിടെ കിടന്നു. ഈ പാതയിൽ കൊല്ലം മുതൽ ഇടമൺ വരെയുള്ള 52 കിലോമീറ്റർ ദൂരം 10 മീറ്റർ വീതിയിൽ വികസിപ്പിക്കാൻ 400 കോടി രൂപയുടെ പദ്ധതി അനുവദിക്കുമെന്ന് കഴിഞ്ഞ മെയ് മാസത്തിൽ MP ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം ഉൾപ്പെടുത്തിയ വാർത്തയിൽ പദ്ധതി പരിഗണനയിൽ എന്നു മാത്രമാണുള്ളത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയ വികസന രേഖയിൽ തുക 400 കോടിയിൽ നിന്ന് 293.17 കോടി രൂപയായി കുറഞ്ഞിട്ടുമുണ്ട്. ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ദേശീയപാത വെറും 10 മീറ്റർ വീതിയിൽ വികസിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട്. ബ്ലോക്ക് മാറണമെങ്കിൽ 4 വരി പാതയെങ്കിലും അറ്റ്ലീസ്റ്റ് വരണം. വികസനം എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ വീതി ഇത് തന്നെ. പിന്നെ കാലാകാലങ്ങളിൽ റോഡ് ടാർ ചെയ്യുന്നുണ്ട്, അതേ ഉള്ള വികസനമായിട്ട് ഞാൻ നോക്കിയിട്ട് കാണും. ആര്യങ്കാവിൽ നിന്നും ചടയമംഗലം വഴി കടമ്പാട്ടുകോണം വരെ എത്തുന്ന ഗ്രീൻഫീൽഡ് പാതയെ കൊല്ലം തിരുമംഗലം ദേശീയപാതയാക്കാൻ 2020 കേന്ദ്ര സർക്കാർ പദ്ധതിയിട്ടിരുന്നു. ജില്ലയിലെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയുടെ ദേശീയപാത പദവി എടുത്തുകളയരുതെന്ന് സംസ്ഥാന സർക്കാർ ശക്തമായി ആവശ്യപ്പെട്ടതോടെ കേന്ദ്രം ഇതിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഈ ഇടപെടലിന്റെ ക്രെഡിറ്റും കൊല്ലം MPയാണ് അവകാശപ്പെടുന്നത്. പാതയോടുള്ള അവഗണന തുടർന്നതോടെ കോയിക്കൽ ജംഗ്ഷൻ മുതൽ കരിക്കോട് വരെയുള്ള 3 കിലോമീറ്റർ പാത 4 വരിയാക്കുന്നതിനും കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ മേൽപ്പാലവും ഫ്ലൈ ഓവറും പണിയുന്നതിനും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 447.15 കോടി രൂപയുടെ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും സംസ്ഥാന സർക്കാരിനെ ഇതിനനുവദിച്ചില്ല. ഇതിനു പകരമായി ഗ്രീൻഫീൽഡ് പാത കൊണ്ടുവരാനാണ് കേന്ദ്രവും കൊല്ലം MPയും ശ്രമിക്കുന്നത്. നിലവിലില്ലാത്ത ഒരു റോഡ് നിർമ്മിക്കാൻ ഇനിയും എത്ര വർഷമെടുക്കും? ഇനി ഗ്രീൻഫീൽഡ് പാത വന്നാൽ തന്നെ കൊല്ലം സിറ്റിയിൽ നിന്നും തെന്മലയ്ക്കോ തെങ്കാശിക്കോ പോകേണ്ടവർ 26 കിലോമീറ്റർ ചുറ്റി തിരുവനന്തപുരം ജില്ലയുടെ അതിർത്തിയിലുള്ള കടമ്പാട്ടുകോണത്ത് പോയ ശേഷം വീണ്ടും ഇടമണ്ണിലേക്ക് പോകണമെന്നാണോ കൊല്ലം MP പറയുന്നത്? ഇത് MPയുടെ അനാസ്ഥയല്ലാതെ മറ്റെന്താണ്?